താനൂർ ഹാർബറിൽ ഇന്ന് ചൂണ്ടയിടാൻ വന്നാട്ടാ. ഈ ഒരു കുറച്ച് സ്ഥലത്ത് തന്നെ 50-ലേറെ ചൂണ്ടകളാണ്. ഏകദേശം ഓരോ മീറ്ററിലും ഓരോ ചൂണ്ടകളാണ് കിടക്കുന്നത്. അതിൻ്റെ കൂടുതൽ കാഴ്ചകൾ കാണാം. ഹൈ ഫ്രണ്ട്സ്, ഞാൻ സുജാറ. ഇന്ന് താനൂർ ഹാർബറിലേക്ക് ഞായറാഴ്ച ചൂണ്ടയിടാൻ വന്നാട്ടാ. ചൂണ്ടയിടാൻ വന്നപ്പോൾ ഇവിടെ ചൂണ്ടയിടാൻ വന്ന ആൾക്കാരെ ഞാൻ കാണിച്ചു തരാം. ഇന്നിപ്പോൾ നല്ല മീൻ കിട്ടുന്നുണ്ട്. നിറയെ എല്ലാ സ്ഥലത്തും മീൻ പിടിക്കണേ. ഇത് കണ്ടോളി, ഇതാണ് പുലിമുട്ടിലേക്ക് കയറിയിട്ടുണ്ട്. വണ്ടിയാളെ നേരെ കണ്ടോളിട്ടാ. അപ്പോൾ ഇതിൽ കണ്ട് കയറിയിട്ടുള്ളൂ. ആളുകൾ എത്ര ആൾക്കാർ ചൂണ്ടയിടുന്നുണ്ട് നമുക്ക് നോക്കാം. കുറേ ആളുകൾ ചൂണ്ടയിടുന്നുണ്ട്. നമുക്ക് നോക്കാം. എന്താ വണ്ടിയാളെ നേരാണ് ഇവിടെ. കണ്ടോളൂ, നിറയെ ആളുകളെ ചൂണ്ടിടാൻ കേട്ടോ. അവിടെ മീൻ കിട്ടിയാ കുടുങ്ങി തന്നെ. മൊത്തമായിട്ട് റോഡ്, ഇതിന്റെ സൈഡ് മൊത്തം വണ്ടികളാണ്. അല്ലേ, ഓരോ സ്ഥലത്തും ആളുകള് മൈദ, ചെമ്മീന്, എല്ലാ സാധനങ്ങളും ഇട്ട് കൊണ്ടായി. എല്ലാവർക്കും ഫ്ലോർ ലോഡും അതുപോലെ റോഡും റീലൊക്കെ ആണ് ഉള്ളത്. കുറേ ആളുകളാണ്. എന്നിട്ട് വണ്ടികളുണ്ടില്ലേ, കുറേ ആളുകളെ കണ്ടത്. ഇതാണ് ഒരു കൂട്ടാളുകൾ ഇവിടെ ഓരോ ഏരിയയിലും. വല്ല ചൂണ്ടയിടൽ മത്സരത്തിനെ പോലെ ആളുകൾ ഇങ്ങനെ നിരന്നിരുന്ന് ചൂണ്ടയിടാണ്. മീൻ കിട്ടുന്നുണ്ടെന്ന് അറിയില്ല ആരും. പല ടൈപ്പ് ഏറുണ്ടലുണ്ട്, അതേമാതിരി മൈദൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ പല ഐറ്റം ചൂണ്ടല് പല സ്ഥലത്തും. അതിൻ്റെ ഇടയിൽ തോണിയിൽ ആൾക്കാർ മീനിനെ വലിയെന്ന് എടുക്കുന്നുണ്ട്. കണ്ടോളി, ഫുള്ള് ആളുകളാട്ടാ. ഇന്ന് കാര്യമായിട്ട് മീൻ ഉണ്ട് തോന്നുന്നു. ഇതാ ഇവിടെയൊക്കെ റോഡിന്റെ നടുവിലാണ്. ഞായറാഴ്ച ലീവ് ആയതുകൊണ്ട് എല്ലാരും ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. കുറേ ആളുകളാട്ടാ. ഞങ്ങക്ക് ഇരിക്കാൻ സ്ഥലം ഉണ്ടാവുമെന്ന് നോക്കേണ്ടി വരും, അത്രത്തോളം ആൾക്കാരുണ്ട്. ഇതപ്പോ ഇവിടെ ക്യാമ്പുണ്ട് ഇവിടെല്ലോ. അവിടെ നിറച്ച ആൾക്കാർ. ഇന്ന് എല്ലായിടത്തും വല ഇടുന്നുണ്ടാ. വല എല്ലായിടത്തും. ഇതല്ലേ വലിയൊരു ബോട്ടില് വല ഇറക്കണേ. ഇറക്കണേ. ഇവിടെ പോയി കണ്ട് മീൻ പിടിച്ച് വന്ന് കണ്ട് വല എന്താ ലോറിക്ക് ഇറക്കട്ടാ. നല്ലതാ. ഇന്നെന്താ ട്രോളിങ് നിരോധനമൊക്കെ ഇതായി, വലൊക്കെ റെഡിയാക്കി ഇറങ്ങാനുള്ള പ്ലാനില്ലാന്ന് തോന്നുന്നു. മൊത്തമായിട്ട് ചൂണ്ടക്കാരട്ടാ. ഞാൻ അവിടേക്ക് ആ എൻഡിക്ക് നോക്കും വേണ്ടില്ല, അത്രയും ചൂണ്ടക്കാരുണ്ടാവും ആ എൻഡില്. ഇവിടെ തന്നെ ഇവിടെ കുറച്ച് കുറവുണ്ട്. ആ എൻഡിലകരം ഏറ്റവും കൂടുതൽ ചൂണ്ടക്കാരുണ്ടായില്ലേ. കാരണം അവിടെ വലല്ല. ഈ പുലിമുട്ടിന്റെ സൈഡിൽ ഒരു 5 മീറ്റർ ഡിഫറൻസിൽ ഇങ്ങനെ ഫുള്ളായിട്ട് വലാണ്. അപ്പൊ എൻഡിൽ മാത്രമാണ് വലല്ലാത്ത. അവിടെ നല്ല ആമുറടിക്കും. അപ്പൊ എല്ലാരും അവിടെ പോയി കണ്ട് ചൂണ്ടിട്ടുണ്ട് പരിപാടിയിലങ്ങനെ. ഇപ്പൊ ഇതാണോ ഇവിടൊക്കെ നിറച്ച ആൾക്കാരാട്ടാ. ചൂണ്ടക്കാരാണ് മൊത്തം. വണ്ടി ഭയങ്കര കുത്തിക്കൽക്കാട്ടാ. ഫ്രോഗറുണ്ട് ഇവിടെ. ലൈവ് ഫിഷ് എല്ലാ ഐറ്റം ഉണ്ട്. നമുക്ക് ആ എൻഡിൽ പോയേക്കാം. എൻഡിലത്തെ സ്ഥിതി എന്താന്ന്. എന്താ ഇതാണ് എൻഡ്. ഇതല്ലേ എൻഡിലിവിടെ നിറയെ ആളുകളുണ്ട് കേട്ടാ. മൊത്തം ചൂണ്ടക്കാരാണ്. ഇതാ ചൂണ്ടന്റെ എൻഡാണ് ഈ കാണുന്നത്. ഇവിടെ ഫുള്ള് ഏറുണ്ടലാണല്ലോ. മൊത്തം ഏറുണ്ടലാട്ടാ. നമുക്ക് ഇവിടെ ഒന്ന് ആൾട്ടാക്കാം. ഇതിങ്ങനെ ഇറങ്ങട്ടെ. ഇവിടെ മൊത്തം പോരേട്ടാ. നമുക്ക് സ്ഥലം ഉണ്ടാ പോയേക്കാം. താനൂർ ഹാർബറിലെ ചൂണ്ടിടാൻ വന്നവിടെ തിരക്കാണ് ഈ കണ്ട്. ചൂണ്ടക്കാരൻ നേരത്തി ചൂണ്ടിടണം. ഓരോ മീറ്ററിലും ലൈനായിട്ട് ഇറമ്പാണ് നിറച്ച് കണ്ടോളി.
വരിയാക്കി വെച്ചേക്കണു. കണ്ടില്ലേ? നിറയെ ചൂണ്ടക്കാരാട്ടോ. ഇവിടെ നിന്നും പോവാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാ ചൂണ്ടക്കാരും ഇവിടെ എത്തിയിട്ടുണ്ട്. എത്ര ഉണ്ട് നോക്ക്. ഇതല്ല ബോട്ടുകൾ വരിയായിട്ട് വരികയാണ്. അതായത് ഇവിടെ പുലിമുട്ടുമ്പിൽ ഈ ഒരു ഏരിയയിൽ 50-ലേറെ ചൂണ്ടക്കാരാണ്. ഓരോ മീറ്ററിലും ചൂണ്ടങ്ങനെ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നിരവധി പേരാണ് ചൂണ്ടയിടാൻ വന്നിട്ടുള്ളത്. അത്രത്തോളം ആളുകൾ വേണ്ടിട്ട് അതിൻ്റെ ബൈക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലത്തെ ആളുകൾ വന്നിരിക്കുന്നുണ്ടല്ലേ. ഈ ഒരു ഏരിയയിലാണ് വല ഇല്ലാത്തത്. മറ്റേതൊക്കെ അവിടെയൊക്കെ വല ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ ചെമ്മീനൊക്കെ ഇട്ട് ചെറിയ മീനെ പിടിക്കുന്നുണ്ട്. ഈ ഏരിയയിൽ വല ഇല്ലാത്തത് കൊണ്ട് ആമൂറിനെ ലക്ഷ്യമാക്കിയാണ്. അതുണ്ടല്ലേ 2 വലിയ മത്തിയൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബോട്ടാണെങ്കിൽ നിരയായിട്ട് വരുന്നുണ്ട്. കണ്ടില്ലേ? എല്ലാ ബോട്ടുകളും തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. എന്താ അറിയില്ല, എല്ലാവരും ഒരേ സമയം ഒപ്പം വരുന്നുണ്ട്. അതേസമയം ഇവിടെ ചൂണ്ടക്കാരാണെങ്കിൽ വരിയായിട്ട് കണ്ടില്ല. ഓരോരുത്തർ ഉപയോഗിക്കേണ്ട ബൈറ്റ് കണ്ട തന്നെ കാണിച്ചതാ. ഇത് ചൂണ്ട കിട്ടിയതല്ല കേട്ടോ. ഇതാണ് അവരുപയോഗിക്കേണ്ട എരാണിത്. അത്രയും വലിപ്പമുള്ള മീനാണ് ബൈറ്റായി ഉപയോഗിക്കുന്നത്. കണ്ടോളി, അവിടെ വലിയ മീനാണ് ഇട്ട് കൊടുക്കുന്നത്. ബോട്ടുകളെ വരിയായിട്ട് വരുന്നുണ്ട്. എല്ലാ ബോട്ടിലും വരുന്നുണ്ട് കേട്ടോ. എല്ലാ ബോട്ടിലും എന്താ അവിടെ ഇങ്ങനെ ലാൻഡ് ചെയ്യാൻ നിൽക്കണം. മീൻപിടുത്തക്കാര് ഇനിയും വന്നുകൊണ്ടിരിക്കുകയാണ്. അത്രത്തോളം ആളുകളാണ് ഇവിടെ ഇരിക്കേണ്ടത്. അപ്പോൾ ഇവിടെ 2 ദിവസം മുമ്പൊക്കെ ആമൂറിന് അടിക്കുന്നുണ്ട്. ഡെയിലി ആമൂർ അടിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര ആളുകൾ. പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് എല്ലാവർക്കും ലീവ് ആയിരിക്കും. ഇതുണ്ടോ ഈ ഒരു ഏരിയയിൽ തന്നെ നോക്കി. പക്ഷെ ഇവരും തമ്മിൽ കെട്ടിക്കുടുങ്ങുന്നില്ല കേട്ടാ. ഏകദേശം ഒരു 5 മീറ്ററിലൊക്കെയാണ് ഇതാ ചൂണ്ട എറിയുന്നുള്ളൂ. ഇതിൻ്റെ കല്ലിൻ്റെ ഉള്ളിൽ കുടുങ്ങിയാൽ എന്തായാലും കൊക്ക പോവും. അതേസമയം ഇവലെ ലൈന് കാരണമല്ലേ 140, 150 തോന്നുന്നു. നല്ല കട്ടിലുള്ള ലൈനാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ താന്നൂരിലെ ചൂണ്ടക്കാഴ്ച.